ഊരിപ്പോന്നായിരുന്നു അത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു 9 കിലോമീറ്റർ പോകണം അടുത്ത ലോഡ് എടുക്കാൻ. ആ ലോഡ് എടുക്കാൻ പോകുന്നേക്കില്ല ബ്ലോക്കാട്ടത്. നല്ല ബ്ലോക്കാണ്, അസാധ്യ ബ്ലോക്കാണ്, അസാധ്യ ബ്ലോക്കാണ്. ആകെ 5 കിലോമീറ്റർ അങ്ങനെ പോകാനുള്ളൂ, വലിയ ദൂരമൊന്നും പോകാനില്ല. പക്ഷേ ബ്ലോക്ക് അസാധ്യ ബ്ലോക്കാണ്. ವೆಯ್ಟ್ ಮಾಡು. സിഗ്നലിൻ്റെ ബ്ലോക്കാണോ എന്താണുള്ള അറിയില്ല. അല്ല ബൈക്ക് എങ്ങനെ എടുത്തു തന്നാൽ സുഖമായിരുന്നു. ബൈക്ക് പോകുന്നുണ്ട് സൈഡിൽ പോകുന്നു. ബ്ലോക്ക് ഒഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ ആലുവ മെട്രോ കയറി. പുള്ളി കളിക്കുന്ന പുള്ളി മെട്രോ കാണിച്ചോ. മെട്രോ കയറി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. റോഡ് വണ്ടി കാലിയായിട്ടാണ് നമ്മൾ കുഴിക്കുന്നത്. ഇത് കയറി കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് നമ്മുടെ അടുത്ത സ്പോട്ട് ലോഡ് എടുക്കാറ്. സർവീസ് സെന്ററിൽ പോയപ്പോൾ ലേറ്റ് ആയിരുന്നു. ഒന്നാമതൊരു ഫുഡ് കഴിക്കുന്ന സമയമായി, അങ്ങനെ ലേറ്റ് ആയിപ്പോയി. ഇതാണ് ആലുവ മെട്രോ തുടങ്ങുന്ന സ്ഥലം. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ കുറിച്ചിക്കോട് എന്നാണ് സ്ഥലത്തേക്കാണ് പോകുന്നത്. മെട്രോ ഒരു ട്രെയിനാണ് വരുന്നത്. കാണില്ല പോയി മോൾ കൂടി പോയി. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ സിഗ്നൽ ഭയങ്കര സിഗ്നലാണ്, വലിയ സിഗ്നലാണ്. സ്റ്റാൻഡിൽ കൂടി പോയാൽ അതിൽ കേട്ടോ വരിക. സ്റ്റാൻഡിലേക്ക് പോവാണെങ്കിൽ സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ ബസ് അതിൽ വരിക. സിഗ്നൽ ഓപ്പൺ ആയി. കയറിപ്പോ ചില്ലറ കിലോമീറ്റർ ഉള്ളൂ. പറഞ്ഞു പറഞ്ഞപ്പോൾ എറണാകുളത്താണ് ആലുവ. നമ്മൾ ഏകദേശം എത്തി. നമുക്ക് ഇതിന് മുന്നേ കുറച്ചൊരു മുന്നോട്ട് വരും. ഒന്ന് യൂട്ടേൺ അടിക്കണം. അടിക്കാണ്ട് അതിലേക്കൊരു മുന്നോട്ട് വരും. ഞാൻ പറഞ്ഞുതരാം. ഈ സ്ഥലം എനിക്ക് അറിഞ്ഞൂടെ, കാരണം ഇതിനു മുമ്പ് പോയത്. ലേഡർ പോകുന്നുണ്ട് ഗൈസ്, ലേഡർ. ഞാൻ അത്രയും നേരം അപ്പുറത്തോട്ട് പോയാണേ. രണ്ടാമത്തെ മെട്രോ ഇവിടുന്ന് സ്ലോ ചെയ്യാൻ സ്ഥലം കാണിച്ചു തരാം. നമുക്ക് പോകണ്ടയോ? യൂട്ടേൺ അടിച്ച് പോകണോ? ഈ ലോറി ഇല്ല ലാസ്റ്റ് വെച്ചാൽ അതിൻ്റെ അതിൻ്റെതാ സൈഡിൽ കൂടെ അതാ ഈ ഉള്ളോട്ടുള്ള റോഡുണ്ട്. ഉള്ളോട്ടുള്ള റോഡ് ആ റോഡ് KSRTC-ന്റെ വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
എന്താ പറയാ ഇപ്പോ ആണല്ല പൊളിച്ചിട്ട് പണിയെടുക്കുന്നു. ഇങ്ങോട്ട് പോയി യൂട്ടാൻ യൂട്ടാൻ ഗൈസ് ഞങ്ങൾ യൂട്ടേൺ അടിക്കാൻ പോകും. ഒരു യൂട്ടേൺ ടൈമിൽ അതെ ഇനി ഇതൊന്നും വേണ്ട, ഇനി എനിക്കറിയാം. ഏകദേശം നമ്മൾ സ്പോട്ടപ്പാനായിരിക്കുന്നു. ഇനി പൂച്ചയിൽ വേണ്ട, ഇനി വല്ല പോവാം. ഇനി ഇവിടുന്ന് അവിടെ ലോഡ് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. എന്നാലും എന്താ പറയുക, ഇന്നലെ പോകുന്നത് ആ ഇന്നലെ രാത്രി വന്നതാണ്. ഇന്നലെ വൈകുന്നേരം. ഇന്നലെ വൈകുന്നേരം പോയി നമ്മളെ കമ്പനിയിൽ നിന്നൊക്കെ ഇറങ്ങിയിരുന്നു. കമ്പനിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോന്നിട്ട് എന്താണ് ഇപ്പോൾ ജോൺ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് അവിടെ ലോഡാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ലോഡൊന്നും ആയിട്ടില്ല. എവിടേക്ക് ആയിട്ട് ജോൺ ചേട്ടൻ്റെ റോഡ് ചെറിയൊരു ഇടിഞ്ഞ റോഡാണല്ലേ, ചെറിയൊരു ഇടുങ്ങിയ റോഡിന് വേണം പോകാൻ. ആ ഭാരത് ബെൻസ് ഇല്ലേ, എല്ലാം കൂടി പെട്ടിപ്പൂരായി. ഈ ഭാരത് ബെൻസ് ഇല്ലേ, അതാ എൻ്റെ മുന്നിൽ നിന്ന് ലെഫ്റ്റ് ഇട്ടോ ആ ട്രാവലർ നിർത്തി എൻ്റെ ബാക്കിൽ കൂടാ. ട്രാവലറിൻ്റെ ബാക്കിൽ കൂടാ ഈ റോഡ്. Oh my god guys, വണ്ടിക്ക് കറക്റ്റ് പോകാൻ പറ്റിയ രീതിയാണ് ഗൈസ്. കുറച്ച് കൂടെ നിൽക്കണം. ഓ എന്താ മോനെ കണ്ണടത്തിൽ കാണാ ഒന്നിനെടുത്ത് അപ്പോൾ സിറ്റി തിരിഞ്ഞങ്ങനെ ഇതാണ് ജോൺ ചേട്ടൻ്റെ ഗോഡൗൺ. സ്വന്തം ഗോഡൗണല്ല, എന്താ പറയുക, നമ്മളെ വണ്ടിത്താവളം അങ്ങനെയാണേ പറയാം. നമ്മുടെ വണ്ടി കൊണ്ടുവരാ, ഇവിടുന്ന് ലോഡായി തരും, ജോൺ ചേട്ടൻ ലോഡായി തരും. ഈശ്വര അവിടെ കുറേ വണ്ടി ഉണ്ട്. അവിടെ നിർത്താം കേട്ടോ, അവിടെ ഒരു പൈസ എടുക്കണേ. നടത്തും. എത്രയാണ്? പൈസ എടുക്കാൻ ഗോഡൗണിലെത്തി. ഇവിടുന്ന് ലോഡ് എടുത്തിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഫുള്ള് വണ്ടീസ് കേട്ടോ. അതിൽ 76 വണ്ടി ഉണ്ട്. KL 76 നമ്മളെ നാട്ടിലെ വണ്ടി, നാട്ടിലെ രജിസ്ട്രേഷൻ വണ്ടി. KL 72 ഫുള്ള് KL വണ്ടിയാണ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാം. മറ്റേ വണ്ടിത്താവളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് പേര് കണ്ടെയ്നർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളിതാ പുറപ്പെടാൻ പോവാണ്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഗോഡൗണിലെത്തി. ശക്തി പേപ്പർ മില്ല് എന്ന് പറഞ്ഞിട്ടാണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ പറഞ്ഞേ? ഇങ്ങോട്ടായിരിക്കും. ഇവിടെ കുറേ വണ്ടി ഉണ്ട്.
ഇവിടെ തന്നെ നല്ല ഫ്രിഡ്ജിൻ്റെ ഗോഡൗൺ. കിട്ടില്ല, അടക്കം പൈസ കൊടുത്തില്ലേ? സമയം 12 മണിയാവും. എണീച്ച് കഴിഞ്ഞെല്ലാം കൂടി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാൽ ഗോഡൗണിൻ്റെ തൊട്ടടുത്തുള്ളത്. അവിടുന്ന് ഫുഡ് കഴിക്കാം. കയ്യിൽ നേരെ പൈസ ഇല്ല. കയ്യിൽ നല്ല നടപടിയാണ്. ലക്ഷണമൊന്നുമില്ല. ലേശം കഴിയും. വേറെ നല്ല സാമ്പാറും മോരും. നാളെ കിട്ടാം. സാമ്പാറുണ്ട്. സാമ്പാറിന് കൂടി വൈകുന്നേരമാണ് മോരും പോകുന്നത്. ഇതിൻ്റെ ബാങ്കിനെ വിളിച്ചത് ഇവിടെ എടുത്തങ്ങ് പോകാലല്ലേ? ഫ്രിഡ്ജിൻ്റെ കട്ട സാധനം ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൻ്റെ ഗോഡൗണാണ്. ഇതിൽ ലോഡ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത നമ്മളെ വണ്ടിയാണ്. അടുത്ത വണ്ടി നമ്മളെ ഇത് പോയി നമ്മളെ വണ്ടി കേട്ടോ. വിഷ്ണു ലോഡ് കയറ്റിയില്ലല്ലോ. ലോഡ് കയറ്റി ആ വണ്ടി ഇതാ. ലോഡ് കയറ്റി കഴിഞ്ഞാലേ പൈസ കിട്ടുള്ളൂ. അത് ഞാൻ എന്തെങ്കിലും ആക്കി എനിക്ക് തരുന്നില്ല. തരൂലൊന്നും പറഞ്ഞില്ലല്ലോ. സമയം 3 മണിയാണ്. അപ്പം നമ്മളെ സാധനം ലോഡ് ചെയ്യാൻ പോവാണ്.
ഗൈസ്, നമ്മളെ പകുതി സാധനം കയറിയിട്ടുണ്ട്. ഇത് മൈജിയിലേക്കുള്ള വാഷിംഗ് മെഷീൻ, മൈജിയിലേക്കുള്ള ഫ്രിഡ്ജ്, 3 ഘട്ടമായിട്ടാണ്. ഇത് കണ്ണൂർ മൈജിയിലേക്ക്, പിന്നെ വരുന്നത് തലശ്ശേരി മൈജി, പിന്നെ മൂന്നാമത്തെ വേറെ സ്ഥലത്തേക്കാണ്. പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ കയറ്റുന്നുണ്ട്. നമ്മളെ വണ്ടി ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് ഇനിയിപ്പോൾ പായ് കെട്ടുന്ന പരിപാടിയിലാണ്. പായ് കെട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം പോയി ആശാനിതാ. ആശാനെ കുളിക്കണ്ടേ? കുളിച്ചിട്ടാ പോലെ ഇവിടുന്ന്. കുളിമുറി ആ കാണുന്ന വലിയ വണ്ടി, ചെറിയ വണ്ടി ഉണ്ട്, അതിൻ്റെ ബാക്കിലാണ് കുളിമുറി. ഞങ്ങൾ കുളിയൊക്കെ കുളിക്കും, ഇതിലൊക്കെ പോയുള്ളൂ. പോകുന്ന പോക്കിൽ ഡീസൽ അടിക്കണം, കുറേ പരിപാടി ഉണ്ട്. ഇത് ആഡ് ബ്ലൂ ഉണ്ട് കേട്ടോ, ആഡ് ബ്ലൂ. ഇപ്പോൾ ഷാമ്പു കിട്ടിയ സുഖമായിരുന്നു. ആ ഇവർക്ക് 150 ഉറുപ്പിക കൊടുത്തിട്ട് ഇവരെ കൊണ്ട് കേയിപ്പിക്കാം. ഷാമ്പു ഉണ്ടോ അവിടുത്തെ? ഷാമ്പു ഉണ്ട്, ഷാമ്പു ഉണ്ടോ വണ്ടി ഇരിക്കുന്നത്? സോപ്പുണ്ട്. ഒന്ന് നോക്കില്ല വണ്ടി നിന്ന് കേൾക്കണം, ആക്കി ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. പട്ടിപ്പോസ്റ്റാണ് ഇത് ചെയ്യാനൊരു ടൈം. ഇപ്പോൾ ബില്ല് വന്നിട്ടില്ല, ബില്ലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏയ് ചേട്ടാ, ബില്ല് കുറേ ടൈം പോവാ? വണ്ടി തരുമോ? എവിടുന്ന് അടിക്കല് ഓഫീസ്? എപ്പോഴാണ് അവിടെ എത്തുക? നെറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ് സാർ ഗൈസ്. കണ്ട ഫുൾ ടൈം തിന്നുക വിചാരം ഇവനുള്ളൂ കേട്ടോ. കണ്ട ഗൈസ്, ഇപ്പോഴും കൂടി ക്ലീൻമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക. പറഞ്ഞോ വയറ്റില് കൊക്കപ്പൂഴ കൊണ്ട് നടക്കുന്ന മനുഷ്യനത്. ശരി, ഏത് നേരം ബസ്ക്ക് നമുക്ക് എന്താ സൈക്കിൾ എടുത്ത് ഇവിടെ കുത്തുന്ന ഓരോരുത്തരെ വിളിച്ച് കുത്തിരിക്കുന്ന നേരത്തെ ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോകും ചെയ്തു. ഓരോരുത്തരെ വിളിച്ചോ? അല്ല, ഒരാളാ പുറത്ത് അറിയില്ല ഗൈസ്. 3 മണിക്കെങ്ങാനും ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് 3 മണിക്ക് ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് ഈ എന്താണ് പാതാളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ LGൻ്റെ ഗോഡൗണിൽ വന്നിട്ട് കുത്തിരിക്കുക. ഒരു അവിടെയുള്ള ആൾക്കാരൊക്കെ ഫോണിൽ കളിച്ച് കുത്തിരിക്കുക, ഇതൊന്നും ചെയ്യാണ്ട്. എത്ര നേരമായി എന്നറിയാം. നമുക്ക് നാട്ടിലത്തെ ഡ്രൈവർമാരല്ല ഈ പാർസലും കൊണ്ട് ഇവർക്ക് എവിടെ എത്തണ്ടെന്നുള്ള ചിന്ത പോലും ഇവർക്കില്ല. എത്ര മണിക്കൂറായെന്നറിയാം ഇവിടെ കുത്തിരിക്കുന്നത്. ഇത് ഓടിച്ച് ഇനി കണ്ണൂർക്ക് പോകണം. അപ്പോൾ ആ കഷ്ടപ്പാടും കാര്യമൊന്നും ഇവരറിയുന്നില്ല. ഇത് മാത്രമല്ലതാ, ഒന്ന് അതിൻ്റെ മുമ്പിലതാ, അവിടെ അപ്പുറത്ത് 3-4 വണ്ടി ഒക്കെ ഇങ്ങനെ മെല്ലെ പോകുന്നേ ഉള്ളൂ. ഇവർക്ക് ഇതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ബില്ലിൻ്റെ കാര്യം ചോദിച്ച് വന്നിട്ട് ഇത്ര മണിക്കൂറായി ഒരു ഫോണിൽ കുളിച്ച് കാത്തിരിക്കാം. അതൊക്കെ ശരിക്കും കംപ്ലൈൻറ്റ് കൊടുക്കും. എന്താടാ ഗൈസ്, ഞങ്ങളുടെ വണ്ടി ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവാണ്.
പിന്നെ ഇന്നിപ്പോൾ ലോഡ് ഞായറാഴ്ച ആയതുകൊണ്ട് ലോഡ് ഇറക്കാൻ പറ്റൂല. നാളെ രാവിലെ കണ്ണൂർ പോയിട്ട് ലോഡ് ഇറക്കണം.